അർമേനിയയുടെ അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. ദുബായ് വാർത്ത. ഒപ്പം സന്തോഷകരമായൊരു കാര്യം കൂടി ഈ വിഷുവിൻ്റെ ദിവസം പങ്കുവെക്കട്ടെ. ഞങ്ങൾ 8ാം വാർഷികം പ്രമാണിച്ച് പല ഡെസ്റ്റിനേഷൻ ട്രിപ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. അതിൽ ആദ്യത്തേത് 8ാം വാർഷികം പ്രമാണിച്ച് നമ്മൾ പോയത് അസർബൈജാനിലേക്കായിരുന്നു. രണ്ടാമത്തേത് നമ്മുടെ നാട്ടിൽ ഡൽഹിയിൽ, ആഗ്രയിൽ, ജയ്പൂരിൽ, അങ്ങനെ ഗോൾഡൻ ട്രയാങ്കിൾ. ഇപ്പോഴിതാ ഈ വർഷത്തെ തന്നെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന രൂപത്തിൽ ഞങ്ങളിതാ ഈദിൻ്റെ അവധിക്കാല ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമൊത്ത്, സ്പോൺസേഴ്സുമൊത്ത്, വെൽ വിഷേഴ്സുമൊത്ത് സഞ്ചരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സ്ഥലം ഏഷ്യയിൽ തന്നെയുള്ള അർമേനിയ എന്ന രാജ്യമാണെന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഇതിൽ നിങ്ങൾക്കും ഭാഗമാവാം. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെന്ന് പറയുമ്പോൾ നിങ്ങളാണ്. ഭാഗമാവാൻ വേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ തന്നെ പറയും. അനുഭവങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിക്കാനുള്ളൊരു പുതിയ അവസരമാണ് ജൂൺ മാസം ഈദുൽ അദ്ഹ അവധിയുമായി ബന്ധപ്പെടുത്തി ഈദ് ഇൻ അർമേനിയ എന്ന രൂപത്തിൽ ഒരു പരിപാടി ദുബായ് വാർത്ത സംഘടിപ്പിക്കുന്നത്. അർമേനിയയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം പറയേണ്ടതുണ്ട്. കാര്യം അർമേനിയയുടെ മിനിസ്ട്രി പറയുന്നത് റഷ്യൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യൻസ് ആണ് എന്നുള്ളതാണ് അവരുടെ ഒരു സർവേ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ജോലിക്കും അതല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ആയിട്ട് അർമേനിയയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യൻസ്. ഈ ഒരു അവസരത്തിൽ പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിസ ഓൺ അറൈവൽ ആണ് അല്ലേ? വളരെ എളുപ്പമാണ്. ഈ അർമേനിയൻ ട്രിപ്പ് ഇങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മളിതിനെ പറ്റിയൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമല്ലോ. അപ്പോൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ അർമേനിയ ഒരു ഈ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശമായതുകൊണ്ട് അവിടുത്തെ കൺസ്ട്രക്ഷൻസിന് വളരെ പ്രത്യേകതയുണ്ട്. പേടിക്കാൻ പറഞ്ഞതല്ല, പണ്ട് അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് ഭൂപ്രകൃതി വ്യത്യസ്തമാണ്. അപ്പോൾ അവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഒരു പ്രത്യേക ആർക്കിടെക്ചറാണ്, തിക്ക് വോളായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാമെന്നുള്ളതിൻ്റെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കസാക്കിസ്ഥാനും അസർബൈജാനും ഡിസ്കവർ ഇന്ത്യയൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ദുബായ് വാർത്തയുടെ 8ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അർമേനിയ പോകുമ്പോൾ ഒരുപാട് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഒരുപാട് പ്രത്യേകതകളുടെ രാജ്യമാണ്. എല്ലാ പ്രത്യേകതയൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്നാലും നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആപ്രിക്കോട്ടിൻ്റെ ഹോംലാൻഡിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ലോകത്ത് ആപ്രിക്കോട്ടിൻ്റെ ഹോംലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റിയുള്ള ഒരു നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ചർച്ച്, ആദ്യമായിട്ട് ക്രിസ്ത്യൻ ചർച്ച് സ്ഥാപിതമായിട്ടുള്ള ഒരു രാജ്യത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് പേര് നമ്മളോട് കൂടെ ട്രിപ്പുകളിൽ ഭാഗവാക്കാക്കണം, യാത്ര നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുൻ യാത്രകളിലൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അസർബൈജാൻ ട്രിപ്പിലായാലും ഒരു പിടി നല്ല അനുഭവങ്ങളാണ് ആ വ്യൂവേഴ്സിനൊക്കെ കിട്ടിയത്. അവരൊക്കെ നമ്മളോട് ഇപ്പോഴും ആ യാത്രാനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് കമൻറ്റ് ഇട്ടിട്ട് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഓരോ ടാസ്കും മത്സരങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും. അതിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മുടെ വ്യൂവേഴ്സിനും ഇതിൻ്റെ ഭാഗമാവാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു അർമേനിയ യാത്രയെ ഞങ്ങളിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരൊക്കെ നമ്മളോട് കൂടെ ഉണ്ടാകും എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടി വളരെ ലളിതമായ എന്ന് വെച്ചാൽ അല്പമൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്യണം. അർമേനിയയുടെ അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ വടക്കൊരു രാജ്യമുണ്ട്, തെക്കൊന്നുണ്ട്, കിഴക്കൊന്നുണ്ട്, പടിഞ്ഞാറൊന്നുണ്ട്. ഇങ്ങനെ ആ 4 രാജ്യങ്ങളുടെയും പേര് തെക്ക് ഇന്ന രാജ്യം, വടക്ക് ഇന്ന രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെ ഈ വിഷു ദിവസത്തിന്റെ ഒരു കണി എന്ന രൂപത്തിൽ, കാണിക്ക എന്ന രൂപത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വിചാരിക്കുകയാണ്. അർമേനിയ യാത്രയെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം കണ്ട കാഴ്ചകൾ മനോഹരം, കാണാൻ പോകുന്ന അതിമനോഹരമെന്നാണ്. ഈ കഴിഞ്ഞ 2 യാത്രകളിൽ ഒരുപാട് അനുഭവങ്ങൾ, പുതിയ പുതിയ സൗഹൃദങ്ങൾ, നമുക്ക് ഇതുവരെ മറക്കാനാവാത്ത ജീവിതത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയതൊക്കെ. കാരണം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ കൂടെ വന്നവർക്ക് എല്ലാവർക്കും. അപ്പം ഏഷ്യാവിഷൻ്റെ പുതിയ സ്റ്റാഫ് ആയതുകൊണ്ട് ഇവരുടെ കഴിഞ്ഞ യാത്രകളിലൊന്നും എനിക്ക് പങ്കുചേരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അർമേനിയ നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടതിലുപരി അവിടെ നേരിട്ട് പോയി അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ്. അർമേനിയയെ സംബന്ധിച്ച് ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാപരമായിട്ടും പറയുമ്പോൾ പഴയ നമ്മുടെ USSR അത് 90കളുടെ തുടക്കത്തിൽ അത് മാറി പല പല സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് ഇങ്ങനെ മാറുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിട്ട് അവിടെ ആളുകൾ താമസിക്കാതെ അവിടുത്തെ ആളുകൾ ഈ പ്രവാസികളായി മറ്റു രാജ്യങ്ങളിലേക്ക് പോയ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ പുറത്തേക്ക് പോയ രാജ്യമെന്ന കാര്യം കൂടി അർമേനിയയ്ക്കുണ്ട്. ഉദാഹരണത്തിന് 8 മില്യൺ ആളുകൾ മൊത്തം അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ കഴിയുന്ന 3 മില്യനേ ഉള്ളൂ. അവിടെ കഴിയുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ പുറത്ത് പല രാജ്യങ്ങളായിട്ട് പോയിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ പൊതുവേ ജനസംഖ്യ സാന്ദ്രത കൂടുതലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആളുകളെ കുറച്ചുപേരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 3 മില്യൺ ആൾക്കാർ മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഈ അർമേനിയൻ യാത്രയുടെ ഭാഗമാകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്
നമ്മൾ ഈ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതായത് അർമേനിയയുടെ അയൽപ്പക്ക രാജ്യങ്ങൾ ഏതൊക്കെ, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് കണ്ടുപിടിച്ച് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അസർബൈജാനിലൊക്കെ പോയപ്പോൾ ആ മഞ്ഞിൻ്റെ ഗിരിശൃംഖങ്ങളിൽ നിന്ന് പരസ്പരം മഞ്ഞ് വാരി എറിഞ്ഞ വീഡിയോകൾ, നമ്മുടെ ദാവൂദ് അവിടെ ഒരു വളരെ ആവേശം വിതറുന്ന ഇന്നുവരെ കേൾക്കാത്ത ശബ്ദത്തിൽ അവിടെ മഞ്ഞിൻ്റെ മുകളിൽ നിന്ന് പാടിയത്. ബാക്കുവിൽ പോയപ്പോ മഞ്ഞ് കണ്ട് ഞങ്ങള് അസർബൈജാനിൽ വന്നപ്പോ തണുപ്പ് കൊണ്ടു വേറെ ചല്ലടാ നെഞ്ചും വിരിച്ച്. ഇതൊക്കെ മനസ്സിൽ നിൽക്കുകയാണ്, വൈറലായ വീഡിയോയാണ്. അതുപോലെ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിച്ചത്, മ്യൂസിയങ്ങൾ കണ്ടത്, ഇതുവരെ കാണാത്ത അത്ഭുത ദൃശ്യങ്ങൾ പലതും കാണിച്ചത്, അവിടുത്തെ പഴവർഗ്ഗങ്ങൾ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ പരമ്പരാഗത രീതികൾ, ഇങ്ങനെ എന്തെല്ലാം നമ്മൾ ആസ്വദിച്ചു, നമ്മൾ കാണിച്ചു. ഡൽഹിയിൽ പോയപ്പോൾ, ജയ്പൂരിൽ പോയപ്പോൾ, ആഗ്രയിൽ പോയപ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കാണാത്ത രൂപത്തിൽ നിന്ന് പുതിയതായി കണ്ടുപിടിച്ചത്. ആദ്യം പോയ കസാഖിസ്ഥാൻ, അതും അത്ഭുതം ജനിപ്പിക്കുന്ന അനുഭവമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള വിശദമായ യാത്രകൾ സംഘടിപ്പിക്കാൻ വാർഷികങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ദുബായ് വാർത്ത മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസർമാർ മുന്നോട്ട് വന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ വന്നിട്ട് ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ആവേശമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. 1.25 മില്യൺ ഫോളോവേഴ്സിൻ്റെ ശക്തിയിലാണ് ഞങ്ങൾ ഈ കാണുന്ന ആളുകളൊക്കെ നിലകൊള്ളുന്നത്. അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈദ് ഇൻ അർമേനിയ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസൻറ്റിംഗ് സ്പോൺസറായി വന്നിരിക്കുന്നത് UAE വളരെ പ്രസ്റ്റീജിയസ് എന്ന് കരുതാവുന്ന വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാതെ നിവൃത്തിയില്ല. UAEക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഇന്ത്യ GCC ട്രേഡ് കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള UAEയുടെ ട്രേഡ് കമ്മീഷണർ എന്ന ബഹുമതിയിൽ നിൽക്കുന്ന അഡ്വക്കേറ്റ് സുധീർ ബാബുവാണ് ഈ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സിനെ നയിക്കുന്നത് എന്ന കാര്യം കൂടി പറയുമ്പോൾ എത്ര ഫലപ്രദമായിട്ടുള്ള രൂപത്തിൽ ആളുകൾക്ക് ലീഗൽ സപ്പോർട്ട് ഈ പ്രസ്ഥാനം ചെയ്തു കൊടുക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ടോ, സംശയമുണ്ടോ, അതിനൊക്കെ പരിഹാരം നിങ്ങൾക്ക് ചെയ്തു തരുന്നൊരു പ്രസ്ഥാനമാണ് UAEയിലെ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനമെന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ പ്രസൻറ്റിംഗ് സ്പോൺസറെ കൂടി ഈദ് ഇൻ അർമേനിയയ്ക്ക് വേണ്ടി ദുബായ് വാർത്ത പരിചയപ്പെടുത്തുന്നത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സ്പോൺസേഴ്സിൻ്റെ പേരുകൾ കൂടെ പറയുകയാണ്. ദുബായിൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നമ്പർ 1 നിൽക്കുന്ന കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ്, അതുപോലെ ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ്, അതുപോലെ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഇവരൊക്കെയാണ് നമ്മുടെ സപ്പോർട്ടേഴ്സ്. ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഫ്ലൈറ്റിൻ്റെതായ പരിമിതികൾ, മറ്റു സാഹചര്യങ്ങളുടേതായ സമ്മർദ്ദങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം അറിയാം എന്നുള്ളത് കൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന എന്ന രൂപത്തിൽ പറയുന്നത്. ഒരിക്കൽ കൂടി ആ ഒരു ചോദ്യം ഇവിടെ പറയുകയാണ്, അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടട്ടെ. അർമേനിയയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് അതിർത്തികൾ പങ്കിടുന്ന അർമേനിയയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അർമേനിയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമാണ്. സോ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. പിന്നെ നമ്മൾ അസർബൈജാനിലൊക്കെ പോയപ്പോൾ ഒരുപാട് അവിടുത്തെ ഫുഡും അവിടെ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി കാണുമ്പോൾ, പ്രത്യേകിച്ച് എല്ലാവരും കൂടി പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മനസ്സിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത 2 ട്രിപ്പുകളിൽ ഏഷ്യ വിഷനിൽ വന്നതിന് ശേഷം പങ്കെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞു. ഈ അർമേനിയ ട്രിപ്പും അതുപോലെ തന്നെ ഏറ്റവും ആഹ്ലാദകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ദിവസത്തിന്റെ ധന്യതയിൽ ഒരിക്കൽ കൂടി വിഷു ആശംസകൾ ദുബായ് വാർത്ത എല്ലാ പ്രേക്ഷകർക്കും അഭ്യുദയകാംക്ഷികൾക്കും നേരുകയാണ്. ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർമേനിയൻ്റെ അയൽപക്ക രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നമ്മളെ കൂടെ അടിപൊളിയായിട്ടുള്ള ഈ ട്രിപ്പിന് വരാൻ പറ്റും. സെറ്റല്ലേ?